അടുത്തത് നമ്മുടെ എന്താ പറയാ മലയാളത്തിൽ നിന്ന് പോയ ഒരു കുട്ടിയിൽ നിന്ന് വളരെ ബൗൺസിംഗ് ബാക്ക് അബ്രാമി ഓൺ തഗ് ലൈഫ്. ഒരു പക്ഷേ എല്ലാവർക്കും സിനിമയിൽ സ്ട്രഗിൾസ് ഉണ്ടാവും. ഓരോരുത്തരുടെ സ്ട്രഗിളും പല കൈൻഡ് ഓഫ് സ്ട്രഗിൾസ് ആയിരിക്കും. പക്ഷേ ഒരു ചെറിയ സിനിമയിലെ നിൽക്കുകയുള്ളൂ, ഞാൻ സിനിമയിൽ എന്തൊക്കെ വന്നാലും സർവൈവ് ചെയ്യും. കൂടെ ഇരിക്കുന്ന ആ ജോജോ ചേട്ടനെ ഒരു കൈയടി സ്പെഷ്യലായിട്ട് കൊടുത്ത് തന്നെ വിളിക്കണം. അത് ദൈവം കൊച്ചി അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. 6 പതിറ്റാണ്ടുകൾ ഞാനും നിങ്ങളും ഇപ്പൊ ജനിച്ചവരുൾപ്പെടെ പലരുടെയും ബാല്യവും കൗമാരവും ടീനേജും അഡോൾസൻസും എല്ലാം കടന്നു പോയത്. ഹീസ് നോട്ട് ജസ്റ്റ് എൻ ആക്ടർ, ഹീസ് എൻ ഇറ, ഹീസ് എ സീസൺ. അതെ, എന്താ പറയാ, സിനിമ എന്ന വാക്കിന് ലോകമെമ്പാടുമുള്ള ഇന്ത്യ. Huge round of applause to welcome Sir Padma Bhushan Kamal Haasan sir to Kochi for the Thug Life promotions. So kindly be seated, sir. ഞാൻ ഗോകുലം ഗോപാലൻ സാറിൽ നിന്നാണ്. സിനിമകളെത്തി, കുറേ സിനിമകൾ എടുത്തു. ആ സിനിമയിലൊക്കെ എല്ലാ സിനിമയും എനിക്ക് എടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല സിനിമകളെടുത്ത് കേരളത്തിൽ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹത്തിലാണ് ഇന്ന് ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. കമൽഹാസൻ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായ ഒരു വ്യക്തിയാണ്. കാരണം വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്രാസിൽ ജിമ്മിലായിരുന്നു ഞങ്ങളുടെ ഇടപാട്. അതായത് അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ ജിമ്മിൽ ചെലവഴിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു, ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ള. ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അത്ര നല്ല ഒരു ജിം. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ മകനെ പോലെ ഇരിക്കുന്നത് അദ്ദേഹം. മനസ്സിലായി, ഞങ്ങൾ ഒരുപോലെയായിരുന്നു, ഇന്ന് എൻ്റെ മകനെ പോലെ അദ്ദേഹമായി. അപ്പോൾ അതിൻ്റെ കാരണം അതാണ്, അത് അധ്വാനത്തിൻ്റെയാണ്. നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെയാണെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നാണ്. അത് ആ സിനിമയിലും ജോജുവിനെ പോലത്തെ ആളുകൾ ജോജുവിനെ ആദ്യം കാണുമ്പോൾ എനിക്ക് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ നന്നായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. പിന്നെ അഭിരാമി നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ട് ഇന്നും എനിക്ക് എപ്പോൾ ഓർക്കുന്നുണ്ട് അവരുടെ പേര്. അതായത് കണ്ട ഉള്ളിൽ തന്നെ അഭിരാമി എന്ന് പറഞ്ഞു. പക്ഷേ അശോകനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ നല്ല ഭാവിയുള്ള ഒരു നടനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you so much, sir. Ashok Selvan, few words.